പ്രിയൻ, ഞാനൊരു ടാക്സി വിളിച്ചു തരാം. ദർശനയും കൂട്ടി പ്രിയൻ വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനിവിടെ ഉണ്ടാവും. ഡോക്ടർ, എന്റെ അമ്മ പ്രിയൻ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പ്രിയനും ദർശനം ഇവിടെ നിന്നാ മതി. ഞാൻ പോയി നോക്കാം. ഡോക്ടർ, എന്റെ അമ്മ. ഒരു രോഗിയെ നോക്കുന്നത് ഡോക്ടർ മാത്രമല്ല, മുകളിലിരിക്കുന്ന ആളും കൂടിയാ. ദൈവത്തിന്റെ ചികിത്സ ഫലിച്ചു എന്ന് കൂട്ടിക്കോളൂ. പ്രിയന്റെ അമ്മ രക്ഷപ്പെട്ടു. ഇനി പേടിക്കാനില്ല. നൂറ്റൊന്ന് കുടം വെള്ളം അഭിഷേകം ചെയ്ത് കഴിഞ്ഞു. ചേച്ചി ഇപ്പോ ഇവിടെ കാണുന്നുമില്ല. ചോറ്റാനിക്കരമ്മയുടെ മുൻപില് തൊഴുതി നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാക്കി തരാന്ന് വാക്ക് തന്നത്. എന്നിട്ട് യാത്ര പോലും പറയാതെ ചേച്ചി പോയി. ഞാൻ എവിടെയും പോയിട്ടില്ല. ചേച്ചി പോയിന്നാ ഞാൻ കരുതിയത്. നിങ്ങളെ തനിച്ചാക്കി ഞാൻ പോവോ? ചോറ്റാനിക്കരമ്മയുടെ തിരുമുൻപില് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് ചേച്ചി മറന്നുപോയോ? ചോറ്റാനിക്കര അമ്മയെ നിങ്ങൾ തൊഴുതില്ലേ? ഇത് ചോറ്റാനിക്കര ദേവി തന്നെയായിരിക്കും. നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം കൊണ്ട് നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ല അല്ലേ? ഞാൻ എന്റെ ഒരു തോന്നൽ പറഞ്ഞതാ. എന്റെ തോന്നൽ സത്യമാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. ഹലോ പ്രിയൻചേട്ടാ. പറു, എന്റെ അമ്മ കണ്ണു തുറന്നു. എന്റെ അമ്മ രക്ഷപ്പെട്ടു. സത്യമാണോ പ്രിയൻചേട്ടാ? സത്യമാണ് പറു. ഡോക്ടർ കൈവിട്ടതാ. 3 മണിക്കൂർ മാത്രമേ ഇനി ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞതാ. പക്ഷെ നമ്മുടെ കൂടെ ദൈവമുണ്ട് പാറു. എന്റെ ചോറ്റാനിക്കര ദേവി. ഐഗിരി നന്ദിനി നന്ദിത മേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവര വിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനുദേ. ഐഗിരി നന്ദിനി ഐഗിരി ഐഗിരി നന്ദിനി. കടയിൽ പോവാൻ നേരത്ത് കൂടെ വരാന്ന് എന്റെ മോൻ പറഞ്ഞതാ. സ്വന്തം മക്കളുടെ മുമ്പിലും താണു കൊടുക്കാൻ എന്റെ അഹങ്കാരം അനുവദിച്ചില്ല. അതുകൊണ്ട് പറ്റിയതാ. എന്റെ അഹങ്കാരത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയായത്. അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. അമ്മയുടെ തെറ്റല്ല, ഇതെന്റെ തെറ്റാ. അഹങ്കാരം കാണിച്ചത് ഞാനാ. സോറി അമ്മ, സോറി. കരയില്ലട മോനെ. എന്റെ മക്കള് കരയുന്ന കണ്ട അമ്മയ്ക്ക് സഹിക്കാൻ കഴിയോ? അമ്മയുടെ പൊന്നുമോൻ കരയല്ലേ. തലയിടിച്ച് വീണതേ എനിക്ക് ഓർമ്മയുള്ളൂ. കാഴ്ച മാഞ്ഞു മാഞ്ഞു പോകുമ്പോ മനക്കണ്ണിൽ എന്റെ മക്കളുടെ മുഖം മാത്രമാണ് തെളിഞ്ഞു വന്നത്.
ഞാൻ പോയെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചതാ. എന്റെ മക്കൾക്ക് തുണയായി ഉണ്ടാവണേന്ന അർത്ഥബോധത്തിലും ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചത്. അതൊന്നും ഇനി പറയണ്ട അമ്മേ. കഴിഞ്ഞതൊന്നും ഓർക്കാൻ പോലും എനിക്ക് വയ്യ. എനിക്കിനി ജീവിക്കണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ മോനോട് പറഞ്ഞിട്ട്